താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ്. പ്രൈസർ ഫാമിലിയിൽ നിന്ന് പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി അതില്ല. അതാ പ്രശ്നം അല്ലേ? ഒരടി മുൻപോട്ട് വയ്ക്കാൻ വയ്യ. ഇനി പറ്റത്തില്ല. ഈ രോഗത്തോടെ അയ്യോ, ഈ പ്രശ്നത്തിന് മധ്യത്തിൽ, ഈ ഞെരുക്കത്തിൽ തുടരാൻ പറ്റത്തില്ല. തുടർന്നാലോ അറിയാം, എന്നും ഒരേപോലെ ഇരിക്കത്തില്ല. ഇത് മാറും, ഈ അവസ്ഥ മാറും, ഈ സാഹചര്യം മാറും. പക്ഷെ ഇന്ന് പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല. എല്ലാം ശരിയാ. ഒത്തിരി പറയാറുണ്ട് പലപ്പോഴും എന്നെ വിളിക്കുന്ന പലരോടും, നിങ്ങളിൽ പലരോടും തന്നെ. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും, ദൈവം പ്രവർത്തിക്കും, ദൈവപ്രവർത്തി ഉണ്ട്. എന്നും ഇതുപോലെ ആയിരിക്കത്തില്ല, അറിയാം കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, അയ്യോ, ഇനി ഒരല്പം കൂടെ പറ്റത്തില്ലെന്നേ. ജോലി സ്ഥലത്തെ അവസ്ഥ മാറും. എന്നും ജോലിയില്ലാത്തവനായി ഇരിക്കേണ്ടി വരത്തില്ല, ജോലി കിട്ടും. അതിനുള്ളതൊക്കെ നിങ്ങളിലുണ്ട്, അറിയാം. ആ ജോലി സ്ഥലത്തെ സാഹചര്യം മാറും, കമ്പനിയിൽ വർക്കുകൾ ഉണ്ടാകും, എല്ലാ മാസങ്ങളിലും ശമ്പളം തരുവാനുള്ള അവസ്ഥയിലേക്ക് ആ കമ്പനി പിന്നെയും പഴയതുപോലെ എത്തിച്ചേരും, അതും അറിയാം. എന്നും അവരൊന്നും ശത്രുക്കളായി നിൽക്കത്തില്ല. എത്രയെന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു പരിധിയില്ലേ, അവർ മാറും. എന്നും ജോലി അന്വേഷിച്ച് അലയേണ്ടി വരത്തില്ല. ആഗ്രഹിക്കുന്നതിലും നല്ലത് കിട്ടും. അതിനുള്ള സാധ്യതകളുണ്ട്, മുൻപിൽ വഴികൾ തുറന്നു വരുന്നുണ്ട്, സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ അതുവരെ പിടിച്ചു നിൽക്കുവാൻ ശക്തിയില്ല, വയ്യ. ഇനിയും ഇങ്ങനെ ജീവിക്കുവാൻ വയ്യ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി, മറ്റുള്ളവരോട് കടം പറഞ്ഞ്, പ്രതീക്ഷയോട് വിളിക്കുന്ന ഭാര്യയോട്, മക്കളോട് എന്ത് പറയണമെന്നറിയാതെ, അല്ലേ സഹോദര സഹോദരി, ആ ജോലി സ്ഥലത്ത് തളർന്നു പോവുകയാ അല്ലേ? ഇത് ശരിയാകും, അറിയാം. എൻ്റെ ഭർത്താവ് മാറും, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും, ഞാനായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് എനിക്കൊപ്പം നിൽക്കും. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, അവരൊക്കെ മാറും, എന്നെ മനസ്സിലാക്കും, അറിയാം. പക്ഷെ അതുവരെ ദൈവദാസനെ, അതുവരെ പറ്റത്തില്ല, അതുവരെ പിടിച്ചു നിൽക്കുക. ഇനി എനിക്ക് ഒരു ഇഞ്ച് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ഞാൻ തളർന്നു പോവുക, ഞാൻ ബലഹീനപ്പെട്ടു പോവുക, എനിക്ക് ശക്തിയില്ല. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക സഹോദരി, നിന്നോടാ. മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാ. മരിച്ചാൽ മതി എന്നൊരു ചിന്ത. എങ്ങനെയെങ്കിലും മരിക്കണം. പല വഴികൾ ആലോചിക്കുക. വിവാഹം കഴിഞ്ഞ് ഒത്തിരി വർഷമായി. ഈ ദിവസങ്ങളിൽ വല്ലാത്തൊരു ടെൻഷനാ. എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു പോകുന്നു, തളർന്നു പോവുകയാണ്, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ആര് പറഞ്ഞിട്ടും ശരിയാവുമെന്നറിയാം, എങ്കിലും പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. സഹോദര, ഭാര്യ മടങ്ങി വരും, നിനക്കറിയാം, അതങ്ങനെ തന്നെ സംഭവിക്കും. ഭാര്യ മടങ്ങി വരും. പക്ഷേ ഈ സമയം പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. തീർത്തും ഒറ്റയ്ക്കായതുപോലെ എല്ലാവരും ഉണ്ടായിരുന്നിട്ട്, നിന്റെ ലോകം മുഴുവൻ നിന്റെ ഭാര്യ, മക്കൾ, ആ ചെറിയ കുടുംബമായിരുന്നു നിന്റെ വലിയ ലോകം. പക്ഷെ ഒറ്റയ്ക്കായി പോയിരിക്കുന്നു. ആ ഒറ്റപ്പെടൽ തളർത്തി കളഞ്ഞവർ ഇനി വയ്യ. ആര് പറഞ്ഞാലും ശരിയാ, മാറും, സാഹചര്യം മാറും, അവസ്ഥ മാറും, ഭർത്താവ് സ്നേഹിക്കും, ഭാര്യ മടങ്ങി വരും, ഞങ്ങളുടെ കുടുംബം പണിയപ്പെടും. അത് ദൂത, അറിയാം. ദൈവത്തിൻ്റെ വാക്കുകളാ, വിശ്വസിക്കുവാൻ കൊള്ളാകുന്നത് തന്നെ. പക്ഷേ ഇപ്പോ പിടിച്ചു നിൽക്കുവാൻ വയ്യ, ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കുവാൻ വയ്യ. ദൈവദാസനെ, ഈ അവസ്ഥയൊക്കെ മാറും, എനിക്കറിയാം. മക്കൾ മാറും. മക്കളെക്കുറിച്ച് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്ന ദിവസമൊക്കെ ഉണ്ടാകും. പക്ഷേ അതുവരെ പറ്റത്തില്ല. ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ വയ്യ, ഞാൻ തളർന്നു പോവുക. മക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ശരീരം മുഴുവൻ തളർന്നു പോവുക. എവിടെയെങ്കിലും പിടിച്ചിട്ടല്ലാതെ, അല്ലെങ്കിൽ വീണു പോകും. എവിടെയെങ്കിലും പിടിച്ചു നിന്നിട്ടല്ലാതെ അവരെക്കുറിച്ച് പറയുന്നത് കേൾക്കുവാനുള്ള ത്രാണിയില്ല. വിധത്തിലുള്ളത് എൻ്റെ തലമുറകളെക്കുറിച്ച് കേൾക്കുന്നു. അവരുടെ പരാജയത്തിൻ്റെ കഥകൾ, അവർ മോശക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, അവർ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതാത്ത പ്രവൃത്തികൾ. മാതാവേ, നിന്റെ തലമുറകളെക്കുറിച്ച് തന്നെയാണ്. തളർന്നു പോവുകയാണ്. മാറ്റമുണ്ടാകും, അറിയാം. പക്ഷേ എനിക്കിനി പിടിച്ചു നിൽക്കുവാൻ വയ്യ, എനിക്കതിനുള്ള ശക്തിയില്ല, ഞാൻ തളർന്നു പോവുകയാണ്. അല്ലേ കുഞ്ഞെ? ഇനിയും വയ്യ,
പരാജയം പരാജയം പരാജയം. വീട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച്, കൂട്ടുകാരുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും വയ്യ. ആ മത്സര പരീക്ഷകൾ എഴുതിയ സഹോദരി ബാധ്യതയായി മാറുക, പറഞ്ഞ് പരിഹസിക്കുക. അതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവൻ്റെ പൈസ മുഴുവൻ പരീക്ഷ എഴുതി നശിപ്പിക്കുന്നു എന്ന്. ഞാൻ ജയിക്കും, അറിയാം നിനക്ക്, പക്ഷെ വയ്യ, പിടിച്ചു നിൽക്കുവാൻ വയ്യ, മുൻപോട്ട് പോകുവാൻ വയ്യ. ആ സ്വപ്നങ്ങളെല്ലാം എറിഞ്ഞുടച്ച് കളഞ്ഞ് ഒതുങ്ങിക്കൂടുവാൻ അല്ലേ? ഇനിയും എനിക്ക് പറ്റത്തില്ല, ഇനിയും ശ്രമിക്കുവാൻ എനിക്ക് പറ്റത്തില്ല, ശരിയാകുമായിരിക്കാം, ഞാൻ ഒത്തിരി ശ്രമിച്ചു, പക്ഷേ ദൈവദാസനെ ഈ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് തിരികെ വരുവാൻ കഴിയത്തില്ല. ദൈവദാസനെ ഈ മദ്യപാനശീലം എന്നെ വല്ലാതെ തളർത്ത്, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, ഇനി ഇങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാനും ചത്തുകളയും. അറിയാം മാറും, പക്ഷേ ആ മാറ്റത്തിലേക്ക് എത്തുവാനുള്ള ശക്തിയില്ല, ആ മാറ്റത്തിനായി കാത്തിരിക്കുവാനുള്ള ശക്തിയില്ല, ബലമില്ല, ശരീരം തളർന്നുകൊണ്ടിരിക്കുക. സൗഖ്യമുണ്ട്, ഈ അവസ്ഥയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. അവൻ ഇടവിടാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കുന്നു, ദർശനങ്ങളിലൂടെ സംസാരിക്കുന്നു, വചനത്തിലൂടെ സംസാരിക്കുന്നു. അതെ, അത് നിന്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് തന്നെ. മരുന്നിനും വൈദ്യനും കഴിയാത്തത് എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ കഴിയും. അത് നീ കേൾക്കുന്നുണ്ട്, പക്ഷേ അതുവരെ നിൽക്കുവാൻ വയ്യ. ആ സൗഖ്യത്തിലേക്ക് വല്ലാതെ തളരുക, വേദന, രോഗം വരുത്തി വയ്ക്കുന്ന സാമ്പത്തികമായ ബാധ്യതകൾ, നിന്ന അപമാനം. മക്കൾ തന്നെ ചോദിക്കുക, എന്തിനിങ്ങനെ ഒരു അമ്മ? ഭർത്താവ് ചോദിക്കുക, എന്തിനിങ്ങനെ ഒരു ഭാര്യ? ഈ വാക്കുകൾ കേട്ട് കേട്ട് പിടിച്ചു നിൽക്കുവാൻ വയ്യ. രക്ഷപ്പെടും, സ്ഥാപനം രക്ഷപ്പെടും, ഈ അവസ്ഥയൊക്കെ മാറും, പക്ഷേ അതുവരെ എങ്ങനെ? പറയുവാൻ പാടില്ലാത്തത്, കേൾക്കുവാൻ പാടില്ലാത്തത്, അയ്യോ നിന്നയ, അപമാനമാ, പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല, കടം കയറിക്കൊണ്ടിരിക്കുക. മാറും, അറിയാം, മാറും, മാറ്റമുണ്ടാകും, പക്ഷേ അതുവരെ അതാ പ്രശ്നം. അല്ലേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, അതുവരെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല, ആ ശക്തിയില്ല, തളർന്നു പോവുക, മനസ്സ് മടുത്തു പോവുക. അതേ, അവിധത്തിൽ മനസ്സ് മടുത്ത് ഇനി വയ്യ, ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു സഹോദരി ഒരിക്കൽ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു. വിവാഹം കഴിഞ്ഞ് ഏറെ ആയിട്ടില്ല, 2 വർഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ, ഒരു കുഞ്ഞുണ്ട്. തന്നെ ആ ഭവനത്തിലുള്ള ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക്, അപ്പന്, സഹോദരങ്ങൾക്ക് ഒരു വലിയ കുടുംബം, ബന്ധുക്കളൊക്കെ ചുറ്റുപാടുമുണ്ട്, അവർക്ക് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. തൻ്റെ ഭർത്താവിനും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. വല്ലാത്ത ഭാരമാണ്. ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലേ, നിങ്ങൾക്കറിയത്തില്ലേ ഈ അവസ്ഥ മാറും. ആ സഹോദരി പറഞ്ഞു, അതെ എനിക്കറിയാം, ഈ അവസ്ഥ മാറും. ഞാൻ പിന്നെയും ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയല്ലേ? അതേ ദേവദാസനെ, ഞാൻ വിശ്വാസിയാണ്. കുഞ്ഞുനാളിലെ സൺഡേ സ്കൂൾ പഠിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച, യേശുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു മകളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്കറിയത്തില്ലേ, യേശു ഈ അവസ്ഥയെ മാറ്റും. ഈ കാറ്റിനെ ശാസിച്ച് കടലിനെ അവൻ ശാന്തമാക്കും. അറിയാം ദേവദാസനെ, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അറിയാം. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ? പക്ഷെ ഇന്നത്തെ ഈ അവസ്ഥ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ദേവദാസനെ, ഞാൻ തളർന്നു പോവുക. എനിക്കറിയാം എൻ്റെ ജീവിതം മാറും, പക്ഷെ ഞാൻ തളർന്നു പോവുക, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോവുക, എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല. എല്ലാവരും കൂടെ എന്നെ കൊത്തിപ്പറിക്കുക വാക്കുകൾ കൊണ്ട്. ചിലർ അതിൻ്റെ വേദന അനുഭവിച്ച് കരയുക, വാക്കുകൾ കൊണ്ട് കൊത്തിപ്പറിക്കുക. ഞാൻ പറഞ്ഞു, സഹോദരി, ആ വിടുതലിലേക്ക്, അതെ അവൻ്റെ വചനം അതിന് ശക്തമാണ്. ആ സഹോദരി ചോദിച്ചു, ദൈവദാസനെ, ഏത് വചനമാണ് എന്നെ ഈ പ്രതിസന്ധിയിൽ ശക്തിപ്പെടുത്തി എനിക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ സന്തോഷകരമായ ജീവിതത്തിലേക്ക് എന്നെ എത്തിക്കുവാനായി പോകുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന, ആ സഹോദരിക്ക് നൽകുവാനായി തന്ന ആ വചനം ആ സഹോദരിക്ക് ഞാൻ നൽകി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം തന്നെ. അവൻ ക്ഷീണിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം
വർദ്ധിപ്പിക്കുന്നു. ആ സഹോദരി ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുവാനായി തുടങ്ങി. അതെ, ആ വചനം ഏറ്റെടുത്ത് അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ശക്തി അവളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ മാറിപ്പോയി, ഉത്കണ്ഠ മാറിപ്പോയി, ആത്മഹത്യ പ്രവണത മാറിപ്പോയി. അവളെ കൊത്തിപ്പറിക്കുവാൻ തക്കവണ്ണം ശത്രുവിന് മുമ്പിൽ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു അവളുടെ ജീവിതത്തിൽ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവൾ, 2 വർഷമായി വിവാഹം കഴിഞ്ഞ് വന്നിട്ട് ഇതുവരെ ജോലിയില്ല. കൊത്തിപ്പറിക്കുവാനുള്ള കാരണം, അതെ, കൊത്തിപ്പറിക്കുവാനുള്ള കാരണം നീ കടന്നുപോയ ഭവനത്തിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒപ്പമുള്ളവരാൽ കൊത്തിപ്പറിക്കപ്പെടുവാനുള്ള സാഹചര്യം, ചില ഇല്ലായ്മകൾ. കർത്താവ് ആ ഇല്ലായ്മകൾക്ക് പരിഹാരം വരുത്തി. അതെ, അവൾക്ക് ജോലി നൽകി. ആ ഇല്ലായ്മകൾക്ക് പരിഹാരമുണ്ടായി. അവൾ ആഗ്രഹിച്ചതിന് അപ്പുറമായി ജോലി നൽകി കർത്താവ് അവളെ മാനിച്ചു. കൊത്തിപ്പറിക്കുവാൻ കൊക്കുകൾ എത്താത്ത വിധത്തിൽ. ശ്രദ്ധിക്കണമേ, തുടർന്നുള്ള വാക്യത്തിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ കാണുവാനായിട്ട് കഴിയും. ദൈവം ശക്തിപ്പെടുത്തുന്നവൻ്റെ ജീവിതം അത് കഴുകിൻ്റേത് പോലെയാണ്. അവർ ചിറകടിച്ച് ഉയരുവാൻ തുടങ്ങും. ഒരു ശത്രുവിനും കൊത്തിപ്പറിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ആത്മഹത്യ ചെയ്യുവാൻ തോന്നും വിധത്തിൽ ശത്രുവിനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊത്തിപ്പറിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, കണ്ണുനീർ ഒടുങ്ങാത്ത നിലയിൽ നിന്നെ കൊത്തിപ്പറിക്കുവാൻ ശത്രുവിനെ കഴിയാത്ത വിധത്തിൽ ചിറകടിച്ചുയരുവാൻ ദൈവത്തിൻ്റെ വചനം ശക്തിപ്പെടുത്തും. അതെ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന ചിലർ ദൈവത്തിൻ്റെ വചനത്താൽ ശക്തിപ്പെടുവാൻ പോകുക. കൊത്തിപ്പറിക്കുവാൻ നിന്റെ പ്രതിയോഗിക്ക്, നിന്റെ ശത്രുവിനെ, നിന്നെ നിന്ദിക്കുന്ന, നിന്നെ അപമാനിക്കുന്ന, നിന്നെ ഉപദ്രവിക്കുന്ന, നിനക്കൊപ്പമുള്ളവർക്ക് കൊത്തിപ്പറിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിറകടിച്ച് ഉയരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നിന്നെ ശക്തിപ്പെടുത്തുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ചിലർ ചിറകടിച്ച് ഉയരുവാൻ പോകുക. ഓ സ്തോത്രം. താഴെ ശത്രു താഴെയാ. അവന് എത്തിപ്പിടിച്ച് തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ നീ ചിറകടിച്ച് ഉയരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം അതേ നിന്നെ ചിറകടിച്ച് ഉയരുമാറാക്കുക. ഒരു ദൂത് സന്തോഷത്തോടെ ഈ സമയം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ. താഴേക്ക് നോക്കി നിന്ദിച്ച് പുച്ഛിച്ച് കാർക്കിച്ച് തുപ്പുവാൻ ഇനി നിന്റെ ശത്രുവിന് ദൈവം അവസരം കൊടുക്കത്തില്ല. കാരണം നീ അവന് താഴെയല്ല, അവൻ്റെ കാൽ കീഴിലല്ല, മുകളിൽ ഉയരേക്ക് നീ ചിറകടിച്ച് ഉയരുവാൻ പോകുക. അവൻ തുപ്പം അവൻ്റെ മുഖത്ത് വീഴും. അതെ, നിന്ദിച്ച് തുപ്പുന്ന തുപ്പൽ കൊണ്ട് തന്നെ നിന്റെ ശത്രു അപമാനിതനാകുവാൻ പോകുക. ഓ സ്തോത്രം. ആ തുപ്പലിനി നിന്റെ മുഖത്ത് വീഴുവാനുള്ളതല്ല. അതെ, ആ വാട കോരുന്ന, അപമാനിക്കുന്ന, നിന്ന അതിന് നിനക്കുള്ളതല്ല. അവിടെ നിന്ന് നീ പുറത്തു വരിക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മക്കളെ കേൾക്ക്. ആ നിന്ന, ഓ സ്തോത്രം, ആ നിന്ന ഇനി നിങ്ങൾക്കുള്ളതല്ല. ശത്രുവിന് നീട്ടി തുപ്പുവാൻ തക്കവണ്ണം അവൻ്റെ കാൽ കീഴിൽ നീ കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നിന്ന്, ഓ താങ്ക് ഗോഡ്, അവിടെ നിന്ന് നീ ചിറകടിച്ചു ഉയരുക. യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ചിലർ ഇന്ന് ചിറകടിച്ചു ഉയരുവാൻ പോയി. എങ്ങനെയെന്നോ? ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ ഈ വചനം വെച്ച് ഇന്ന് പ്രാർത്ഥിച്ച് ആ ശത്രുവിൻ്റെ അടുക്കൽ നിന്നും അപമാനിച്ച്, കുറ്റം പറഞ്ഞ്, പരിഹസിച്ച്, തകർത്ത്, സ്തോത്രം, ആ കിടന്ന് ഇഴയുന്ന സാഹചര്യം മാറുകയാണ്. മടുത്ത് മരവിപ്പിച്ച് നരകതുല്യമായി പോയ ആ സാഹചര്യം മാറുവാൻ പോകുക. പ്രാർത്ഥിക്കാൻ റെഡിയാണല്ലോ? പ്രാർത്ഥിച്ചോളൂ, ആരും മിണ്ടാതിരിക്കരുതേ. ഇപ്പോൾ തന്നെ, പിന്നീടല്ല, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കോ. റെഡിയാണ്? ജോലി സ്ഥലത്ത് തന്നെ, അവിടെ തന്നെ. ഓക്കെ, ജോലിയില്ലാതെ ജോലിയെ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അവിടെ തന്നെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുക. യേശുവേ, ഇനി പിടിച്ചു നിൽക്കുവാൻ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അപ്പാ ഞാൻ തളർന്നു പോയിരിക്കുന്നു, എന്നെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ വാഗ്ദത്തത്തിലേക്ക് എത്തുവാൻ, ഈ ജോലി സ്ഥലത്തെ നന്മ അനുഭവിക്കുവാൻ, എൻ്റെ ശത്രുവിനെ ജയിക്കുവാൻ അപ്പാ എന്നെ ശക്തീകരിക്കണമേ, ഇവിടെ തന്നെ ജോലി ചെയ്യുവാൻ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സഹോദര, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുവാൻ അപ്പാ എനിക്ക് ബലം തരണമേ.
ഞാൻ തളർന്നു പോകുവാൻ അനുവദിക്കരുത്. ചില വാക്കുകൊണ്ട് ഞാൻ തളർന്നു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ചിലരുടെ പ്രവൃത്തി കൊണ്ട് ഞാൻ തളർന്നു പോകുവാൻ എന്നെ അനുവദിക്കരുത്. എന്നെ ശക്തീകരിക്കണം. ഓ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ വരിക. സ്തോത്രം. പ്രാർത്ഥിക്കുക. ശത്രുവിന് മുകളിൽ പറക്കുവാൻ തക്കവണ്ണം, ശത്രുവിനെ എത്തിപ്പിടിക്കുവാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊത്തി പറിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഓ സ്തോത്രം, ഉയരത്തിൽ പറക്കുവാൻ തക്കവണ്ണം ചിലരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. ആത്മഹത്യ ചിന്തകൾ മാറിപ്പോകുക. ഇനി വയ്യ, ഇനി ജീവിക്കണ്ട എന്നുള്ള ചിന്തകൾ മാറിപ്പോകുക. യാസ് യേശുവിൻ നാമത്തിൽ. ശത്രുവിന് ഉയരത്തിലേക്ക് പറക്കുക. യാസ് യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. ആമേൻ ആമേൻ. ഓ ശക്തിപ്പെടുക. സ്തോത്രം. പ്രാർത്ഥിക്കുക സഹോദര. നീ പ്രാർത്ഥിക്കുമ്പോൾ ആ ജോലി സ്ഥലം ശക്തിപ്പെടുക. സഹോദരി പ്രാർത്ഥിക്കുക. ആ ജോലി സ്ഥലത്തെ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി മാറുക. ആമേൻ ആമേൻ. നിങ്ങൾക്ക് അനുകൂലമായി ആ ജോലി സ്ഥലത്തെ സാഹചര്യം മാറുക. ആ സാഹചര്യം നിനക്ക് പ്രതികൂലമാണ്. അവിടെ നിനക്ക് അനുകൂലമായി നിനക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല. ആ അവസ്ഥ മാറുക. ഓ താങ്ക് ഗോഡ്. ആ അവസ്ഥ മാറുക. സ്ഥാപനത്തിന്റെ അവസ്ഥ മാറുക. സ്ഥാപനം ശക്തിപ്പെടുക. തകർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം, നിന്റെ സ്ഥാപനം ശക്തിപ്പെടുവാൻ പോകുക. നീ ഉറച്ചു നിന്ന് ജോലി ചെയ്ത് പ്രാപിച്ചെടുക്കേണ്ട ആ സ്ഥാപനം ശക്തിപ്പെടുക. യെസ്, നിനക്ക് വരുമാനം തരുവാൻ, നിനക്കൊപ്പമുള്ളവർക്ക് വരുമാനം തരുവാൻ തക്കവണ്ണം, ആമേൻ ആമേൻ, നിങ്ങളെ നിലനിർത്തുവാൻ തക്കവണ്ണം ആ സ്ഥാപനം ശക്തിപ്പെടുക. പ്രാർത്ഥിക്ക്. തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥാപനം ശക്തിപ്പെടുക. ഓ സ്തോത്രം. പ്രാർത്ഥിക്ക്. ജോലി സാഹചര്യങ്ങൾ ശക്തിപ്പെടുക. ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ജോലി സാഹചര്യങ്ങൾ, ഇനി സാധ്യതകളില്ല. ഇനി കാത്തിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. വല്ലാത്ത ഭാരമാണ്. ഒത്തിരിയായി കാത്തിരിക്കുക. പക്ഷേ അറിയാം സാധ്യതയില്ല. ദുർബലമായിക്കൊണ്ടിരിക്കുക. സാധ്യതകൾ ദുർബലമായിക്കൊണ്ടിരിക്കുക. സാധ്യതകൾ ശക്തിപ്പെടുക. അവസരങ്ങൾ നിനക്ക് മുമ്പിൽ ഉണ്ടാകുക. അതേ നീ പുറത്തു വരിക. നീ ജോലിക്കാരനായി പുറത്തു വരിക. യെസ്, യേശുവിൻ നാമത്തിൽ നിന്ന മാറുവാൻ, നിരാശ മാറുവാൻ, വേദന മാറുവാൻ, അതെ അതിന് തക്കവണ്ണം ജോലിക്കാരനാ നീ പുറത്തു വരുക. ഓ താങ്ക് ഗോഡ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി കിട്ടുക. സഹോദര സഹോദരി, നിന്റെ കാത്തിരിപ്പിന് അറുതിയാവുക. അതെ, ആ രാജ്യത്ത് നിന്റെ കാത്തിരിപ്പിന് അറുതിയാകുവാൻ പോകുക. ഭവനത്തിനകത്ത് ജോലിക്കായുള്ള നിന്റെ കാത്തിരിപ്പിന് അറുതിയാകുവാൻ പോകുക. നീ പുറത്തു വരിക. ജോലിക്കാരനാ നീ പുറത്തു വരിക. യെസ്, താങ്ക് ഗോഡ്. സ്ഥിരം ജോലി. ആമേൻ ആമേൻ. സ്തോത്രം. സ്ഥിരം ജോലി ഉണ്ടാകുക. ഓ സ്തോത്രം. സഹോദരി, സ്ഥിരം ജോലി ഉണ്ടാകുക. നീ അതിന് കൊള്ളാകുന്നവളായി മാറുക. വല്ലാത്ത വേദനയാ. പറഞ്ഞ് ഒപ്പമുള്ളവർ തന്നെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോ. അത് കേട്ട് ചിരിച്ച് കളി പറയുന്നത് പോലെ ഉള്ള നീറുക. നീ നീറട്ടെ എന്ന് പറയുന്ന വാക്കുകളാ. നിന്നെ കൊണ്ട് കഴിവില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. നീ മാറുക. നീ ശക്തിപ്പെടുക. കിട്ടുന്ന ജോലി ചെയ്യുവാൻ തക്കവണ്ണം നീ ശക്തിപ്പെടുക. സഹോദരി സഹോദര, നിങ്ങൾ ശക്തിപ്പെടുക. ആ ജോലി ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ ശക്തിപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ശക്തി പകരപ്പെടുക. പ്രാർത്ഥിക്കുക. യേശുവേ, എന്നെ ശക്തീകരിക്കണമേ. ജോലി ചെയ്യുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. ആ ബലം നൽകണമേ. ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനുള്ള ശക്തിയും ബലവും നൽകണമേ. പ്രാർത്ഥിക്കുക സഹോദരി. യേശുവേ, ഞാൻ തളർന്നു പോകുന്നു. എനിക്കിനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. എനിക്കൊപ്പം ആരുമില്ല. എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ വേണ്ട. ആരുമില്ലാത്തവളായി ഞാൻ മാറിയിരിക്കുന്നു. യേശുവേ, എൻ്റെ വാഗ്ദത്തത്തിലേക്ക് പിടിച്ചു നിൽക്കും. എൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ സന്തോഷകരമായ ജീവിതം നീ തരാമെന്ന് പറഞ്ഞ സന്തോഷകരമായ ജീവിതം, ഞാൻ സ്വപ്നം കണ്ട പ്രാർത്ഥിച്ചിറങ്ങി തിരിച്ച് ആ ജീവിതം, അതെ, അത് പ്രാപിക്കുവാൻ തക്കവണ്ണം എനിക്ക് ശക്തി പകരണം. എനിക്ക് ശക്തി തരണമേ. പ്രാർത്ഥിക്ക് സഹോദരി. നിന്റെ പേര് ആ ശക്തി പകരപ്പെടുക. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരപ്പെടുക. സഹോദരി പ്രാർത്ഥിക്ക്. ഓ സ്തോത്രം. ആ വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം, നീ സ്വപ്നം കണ്ട കുടുംബജീവൻ നിനക്കുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടുക. യേശുവിൻ നാമത്തിൽ സഹോദര, ആ ശക്തി പകരപ്പെടുക. തകർന്നു പോയ കുടുംബജീവിതം പണിതുയർത്തപ്പെടുവാൻ തക്കവണ്ണം, ആമേൻ ആമേൻ, ആ നിന്ന മാറുവാൻ, ആ നിരാശ മാറുവാൻ തക്കവണ്ണം ശക്തി പകരപ്പെടുക. യേശുവിൻ നാമത്തിൽ ശക്തി പകരപ്പെടുക. ചിലർ ആ കരച്ചിൽ നിർത്താൻ പോകുക. ഓ ആമേൻ ആമേൻ. ആ വീട്ടുകാരെ കൂടെ പറഞ്ഞ് പേടിപ്പിക്കുന്ന അത് മാറുവാൻ പോകുക. ആമേൻ ആമേൻ ആമേൻ. ആ കൊത്തി പറിക്കുന്ന അവസ്ഥ മാറുവാൻ പോകുക. അതിന് കാരണമായ ചില ഇല്ലായ്മകൾ, അതെ, ഭർത്താവിൻ്റെ പൈസ ചിലവാക്കി കളയുന്നു. അത് അറിഞ്ഞ് തന്നെ നിനക്കുള്ളതാ, പക്ഷേ സമ്മതിക്കത്തില്ല.
ഇനി അങ്ങനെ പൈസ ചിലവാക്കത്തില്ല. റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ മത്സര പരീക്ഷയിൽ സഹോദരി റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ഇതിൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ കർത്താവ് തുറക്കുവാൻ പോവുക. അതിന് തക്കവണ്ണമുള്ള ശക്തി, പരീക്ഷ ജയിക്കുവാനുള്ള ശക്തി. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ മാതാവേ പിതാവേ പ്രാർത്ഥിക്കുക. തളർന്നുപോയ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയെ കർത്താവ് പണിയുക. തളർന്നുപോയ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയെ കർത്താവ് ശക്തിപ്പെടുത്തുക. അത് തകർന്നു പോയി, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നിന്ന് അവർക്ക് നിന്ന് അപമാനം, വേദന, കഷ്ടം. ഇത്രയും മക്കളെ വളർത്തിയത് വെറുതെ ആയല്ലോ. അവർക്കൊരു സീരിയസ്നെസ് ഇല്ലെന്ന് നിങ്ങളിങ്ങനെ എന്തെന്ന് അവർ പരസ്പരം പറഞ്ഞു കുറ്റപ്പെടുത്തലും. ആ അവസ്ഥ മാറി. അവിടെ നിന്ന് ഇനി അവിടെ ഇല്ല. പ്രാർത്ഥിക്കുക മാതാവേ പിതാവേ പ്രാർത്ഥിക്കുക. ഇനി അവിടെ ആ പരസ്പരം കുറ്റം പറയുന്ന, ചത്തുകളയാൻ ചിന്ത വരുന്ന അവിടെ ഇല്ല. അവിടെ നിന്ന് നീ ഉയരുക. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുവേ, ദുർബലമായ എൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ നീ ബലപ്പെടുത്തണമേ. സ്തോത്രം. ആ വിദ്യാഭ്യാസ മേഖലയെ നീ അനുഗ്രഹിക്കണമേ. നഷ്ടപ്പെട്ടു പോയവരുടെ ഭാവി പ്രതീക്ഷകളെ അപ്പാ നീ അങ്ങ് ശക്തീകരിക്കണമേ. എല്ലാ തളർച്ചകളും മാറട്ടെ. അവർ തളർന്നു പോകുന്നു കർത്താവേ, ഞങ്ങൾ തളർന്നു പോകുന്നപ്പാ. നശിച്ചു കാണുവാൻ ശത്രു ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കുവാൻ ഇടവരാതെ വണ്ണം ഞങ്ങളുടെ മേൽ അങ്ങ് ശക്തി പകരണമേ. പ്രാർത്ഥിച്ചാട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ആ ശക്തി പകരപ്പെടുക. മാതാവേ പിതാവേ നിങ്ങളുടെ മേൽ ആ ശക്തി പകരപ്പെടുക. തലമുറകളുടെ നന്മ കാണുവാൻ, ആ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം ആ ശക്തി പകരപ്പെടുക. തലമുറകളുടെ മേൽ ആ ശക്തി പകരപ്പെടുക. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്ക്. പഠിച്ചു പുറത്തു വരുവാൻ തക്കവണ്ണം, ജയിച്ചു മുന്നേറുവാൻ തക്കവണ്ണം ആ ശക്തി പകരപ്പെടുക. പരാജയം വഴിമാറുക. യെസ്, യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ജയം കൊണ്ടുവരുന്ന ശക്തി, ജയം കൊണ്ടുവരുന്ന ശക്തി. അതെ, നിന്ന മാറുന്ന, അപമാനം മാറുന്ന, ക്ലാസ്സിൽ പോലും പോകുവാൻ കഴിയാത്ത വിധത്തിൽ മുറിക്കകത്ത് നിന്നെ ഒതുക്കി കൂട്ടിയ സ്തോത്രം. ആ പരാജയം ജയത്തിന് വഴിമാറുന്ന ശക്തി വെളിപ്പെടുക. പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. ആമേൻ. ആ ശക്തി പുതിയ സാധ്യതകളെ സൃഷ്ടിക്കുക. നിനക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ, അതെ, ആ കോഴ്സിന് നിനക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ, ആ രാജ്യത്ത് കടന്നു പോകുവാൻ, അവിടെ ജോലി ലഭിക്കുവാൻ. കുഞ്ഞെ, നിന്നോടാ, നിങ്ങളുടെ മക്കളെ കുറിച്ചാ. അതിനുള്ള ശക്തി ഉണ്ടാകുക. സ്തോത്രം. ആ ദുർബലത മാറുക, ആ വീക്ക്നെസ് മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ വീക്ക്നെസ് മാറുക. ശക്തിപ്പെടുക. പ്രാർത്ഥിക്കുക. ശക്തിപ്പെടുക. ഇനി കൊത്തിപ്പറിക്കുവാൻ അവിടെയല്ല, കൊത്തിപ്പറിക്കുവാൻ കഴിയുന്നവരുടെ കൊക്കിന് കീഴെയല്ല, നിങ്ങൾ ഉയരത്തിലേക്ക് പറക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ പോകുക. സ്തോത്രം. മാതാവേ പിതാവേ തലമുറകൾക്ക് ഉയർച്ച ഉണ്ടാകുവാൻ പോകുക. ആ അവസ്ഥ മാറുവാൻ പോകുക. ആ ബന്ധനം അഴിയുവാൻ പോകുക. അത് അവരെ പിടിച്ചൊതുക്കിയ ആ ബന്ധനം, ആ പരാജയം എന്ന ബന്ധനം, യെസ്, ആ മദ്യമെന്ന ബന്ധനം, ആകാത്ത കൂട്ടുകെട്ടുകൾ എന്ന ബന്ധനം, മോശം സ്വഭാവമെന്ന സ്തോത്രം. ആമേൻ. അതിന് മുകളിൽ പറക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരുടെ മേൽ ശക്തി പകരുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ചിറകുകളെ നൽകുക. പറന്നുയരുവാൻ തക്കവണ്ണം നിന്റെ തലമുറകൾക്ക് പരിശുദ്ധാത്മാവ് ചിറക് നൽകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി, നിന്റെ ഭർത്താവ് അവിടെ നിന്ന് പറന്നുയരുവാൻ പോകുക. ആ കൂട്ടുകെട്ടിൽ നിന്ന്, ആ റിലേഷനിൽ നിന്ന്, സ്തോത്രം, അത് മുഖാന്തരം നീ അനുഭവിക്കുന്ന നിന്ദയും വേദനയും അതിന് അറുതി വരുവാൻ പോകുക. കർത്താവ് ശക്തി പകരുവാൻ പോകുക. അവൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കഴിയും. ആമേൻ. കർത്താവ് ശക്തി പകരുവാൻ പോകുക. സ്തോത്രം. പ്രാർത്ഥിക്കുക സഹോദര പ്രാർത്ഥിക്കുക. തളർന്നു പോകുന്ന ശരീരം, രോഗമുഖാന്തരം പ്രാർത്ഥിക്കുക. അപ്പാ, രോഗമുഖാന്തരം തളർന്നു പോയ എൻ്റെ അവയവങ്ങൾ, എൻ്റെ ശരീരം, അപ്പാ അങ്ങ് ശക്തി പകരണമേ. ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുക സഹോദരി. കർത്താവ് ശക്തി പകരുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവയവങ്ങളുടെ മേൽ, തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവയവങ്ങളുടെ മേൽ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന അവയവങ്ങളുടെ മേൽ, യാസ്, യേശുവിൻ നാമത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുക. ശക്തി വ്യാപരിക്കുക. യാസ്, സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിക്കുക. അവയവങ്ങളെ ജീവിപ്പിക്കുന്ന ശക്തി വ്യാപരിക്കുക. പ്രാർത്ഥിക്കുക. ചിലരുടെ മേൽ ആ ശക്തി വ്യാപരിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ആ ശക്തി വ്യാപരിക്കുക. സൗഖ്യമായി പുറത്ത് വരിക. യാസ്, യേശുവിൻ നാമത്തിൽ. സ്തോത്രം. രോഗാതുരമായ അവയവങ്ങളുടെ മേൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. ശക്തി വ്യാപരിക്കുക. സഹോദരി, ആ കഴുത്തിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അവിടെ ശക്തി വ്യാപരിക്കുക.
ചിലതിനെ ഇല്ലാതാക്കുന്ന, ആ മുഴയെ ഇല്ലാതാക്കുന്ന, ആ തൈറോയ്ഡ് മുഴയെ ഇല്ലാതാക്കുന്ന, താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറയുടെ കഴുത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. ആ വളർച്ച ഇല്ലാതായി തീരുക. ആഹാരം പോലും കഴിക്കുവാൻ കഴിയാതെ പലപ്പോഴും ഭാരപ്പെടുക. നിന്റെ തലമുറ തന്നെ ഓപ്പറേഷൻ പോലും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലായ ആ മുഴ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ശക്തി വ്യാപരിക്കുക. സൗഖ്യമാക്കുന്ന ശക്തി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. പ്രാർത്ഥിക്കുക. ആ കാൽമുട്ടുകൾ കരം വെച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. അസ്ഥിയുടെ ജോയിന്റുകളിൽ അമേൻ ജീവൻ വ്യാപരിക്കുക. ആ ശക്തി വ്യാപരിക്കുക. ആ തേയ്മാനം മാറുക. താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അസ്ഥികളിലെ വരൾച്ച മാറുക. സ്തോത്രം. അങ്ങനെ പറയാനാണ് പറയുന്നത്. അസ്ഥികളിലെ വരൾച്ച മാറുക. വേദനയാ, നടക്കുന്നതും ഇരിക്കുന്നതും വേദനയാ. സഹോദര നടക്കുന്നതും ഇരിക്കുന്നതും വേദന. ആ വരൾച്ച മാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശക്തി വ്യാപരിക്കുക. തളർന്നു പോകുന്ന ആ അവസ്ഥ മാറുക. സ്തോത്രം. നിവർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ശക്തി വ്യാപരിക്കുക. സ്തോത്രം. അമേൻ. ശുശ്രൂഷക പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ ക്ഷീണിച്ചു പോകുന്നപ്പാ. ശത്രുക്കൾ എന്നെ വല്ലാതെ ബാധിക്കുന്നു. എൻ്റെ ശുശ്രൂഷയെ, എൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ അപ്പനേ എനിക്ക് ശക്തി പകരണമേ. ബലമില്ലാത്ത എനിക്ക് ബലം പകരണമേ. അങ്ങയ്ക്ക് വേണ്ടി ഇനി ഓടുവാൻ, അധ്വാനിക്കുവാൻ പ്രാർത്ഥിക്കുക സഹോദര. ശുശ്രൂഷക പ്രാർത്ഥിക്ക്. സഹോദരി പ്രാർത്ഥിക്ക്. ശക്തി പകരപ്പെടുക. യേശുവിൻ നാമത്തിൽ ദേശാന്തര വ്യാപാര പോരുകളെ തകർക്കുവാൻ, ദേശത്തിനുമേൽ നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ശത്രുവിനെയും ശത്രുവിന്റെ പദ്ധതിയെ തകർക്കുവാൻ തക്കവണ്ണം ശക്തി പകരപ്പെടുക. യേശുവിൻ നാമത്തിൽ അമേൻ. പ്രാർത്ഥിക്കുക. ശക്തി പകരപ്പെടുക. ആ ബലഹീനത മാറിപ്പോ. സ്തോത്രം. ആ ബലഹീനത എന്തോ ബലഹീനമായതുണ്ട്. അത് ബലപ്പെടുക. യേശുവിൻ നാമത്തിൽ ആമേൻ. ബാധ്യതക്കാരിയായി മാറുവാൻ, ആ ബിസിനസ് മുൻപോട്ട് പോകാതിരിക്കുവാൻ തക്കവണ്ണം കടത്തിന്മേൽ കടം കയറിയ കാര്യമാണ് പറയുന്നത്. ആമേൻ. ആ ബലഹീനത മാറുക. ദൈവം ശക്തി പകരുക. യേശുവിൻ നാമത്തിൽ ആ ബിസിനസ് മേഖലയിൽ ബിസിനസ് ചെയ്യുവാനുള്ള ശക്തി പകരുക. ബലഹീനപ്പെടുത്തിയ ചില ഇല്ലായ്മകൾ മാറിപ്പോകുക. ചിലർക്ക് പിടിച്ചടക്കുവാൻ, നിന്നെ ചതിക്കുവാൻ, നിന്നിൽ നിന്ന് കവർന്നെടുക്കുവാൻ, അതേ സഹോദര, ആ രാജ്യത്തും നീ ഒന്നുമില്ലാതായി തീർന്ന അവസ്ഥയ്ക്ക് കാരണമായ ചില പിടിച്ചു വയ്ക്കലുകൾ, അതെ, ചിലർക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അതേന്നെ അവിടെ ആ പിടിച്ചു വയ്ക്കപ്പെട്ട സ്ഥാനത്ത് ഇനി നീയില്ല. നീ ചിറകടിച്ചു വരിക. യേശുവിൻ നാമത്തിൽ അവിടെ നിന്ന് നീ പുറത്തു വരിക. പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുക. അതെ, നീ ശക്തിപ്പെടുക. യേശുവിൻ നാമത്തിൽ നിന്റെ ബിസിനസ് ആമേൻ തളർന്നു പോയ, ഒടുങ്ങിക്കൊണ്ടിരിക്കുന്ന, ആമേൻ, ശത്രുവിൻ്റെ ഇഷ്ടം പോലെ ഒടുങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ ബിസിനസ്, സ്തോത്രം, ശക്തിപ്പെടുക. യേശുവിൻ നാമത്തിൽ ശക്തി വ്യാപരിക്കുക. അവൻ കർത്താവ് പുറത്തു കൊണ്ടുവരിക. അവൻ ആ ശക്തി, സ്തോത്രം, പകരപ്പെടുന്ന ശക്തിയെ അത് ചിറകടിച്ച് ഉയരുമാറാക്കുന്ന ശക്തിയാ. ആ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, കുറ്റം പറയുന്ന, അതെ, അവരുടെ മധ്യത്തിൽ നിന്ന് ഉയരുമാറാക്കുന്ന ശക്തിയാ. ആ ശക്തി എൻ്റെ ശക്തിയല്ല കേട്ടോ, അത് ദൈവത്തിൻ്റെ ശക്തി. 28-ാമത്തെ വാക്യത്തിൽ ആ ശക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. ദൂത, അവൻ ക്ഷീണിച്ചും തളർന്നും പോകാതെ സൃഷ്ടിക്കുവാൻ കാരണമായ ശക്തി നിന്റെ മേൽ പകരപ്പെടുക. താങ്ക് ഗോഡ്. ആ ശക്തിയാ. സ്തോത്രം. നീ തളരത്തില്ല, നീ പലതും ഉണ്ടാക്കും. ആമേൻ. യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നീ ആഗ്രഹിക്കുന്നത് നീ ഉണ്ടാക്കും. നിന്റെ കുടുംബജീവിതത്തെ നീ ആഗ്രഹിക്കുന്നത് പോലെ നീ പണിയും. നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നീ ആ നന്മ കാണും. മാതാവേ, പിതാവേ, നിങ്ങൾ ആ രോഗസൗഖ്യം അനുഭവിക്കും. തളർന്നു പോകാതെ തന്നെ വേണ്ടത് പ്രാപിച്ചെടുക്കുമാറാക്കുന്ന ശക്തി, ബുദ്ധി, അതെ, ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടുക. അപ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ആ സഹോദരി നിന്ദിക്കുന്ന, കൊത്തിപ്പറിക്കുന്ന കൊക്കുകൾക്ക് മുകളിൽ പറന്നുയർന്നതുപോലെ പറന്നുയരുവാൻ നിങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ വചനം ഞങ്ങളിലൂടെ നിങ്ങൾ കേൾക്കും. നിങ്ങൾ ശക്തിപ്പെടും, പറന്നുയരും. അതേ, വാഗ്ദത്തം പ്രാപിക്കുന്നവരായി
ദൈവിക വിടുതൽ അനുഭവിക്കുന്നവരായി നിങ്ങൾ മാറും. എന്നാ കണ്ണടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം ഇപ്പോൾ അടിയനൊപ്പമായിരിക്കുന്ന രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ രോഗങ്ങളാൽ തകർന്നായിരിക്കുന്നവർ, നിന്ദിക്കപ്പെട്ട് പരിഹാസിതരായി തീർന്ന് ശരിക്കും തളർന്നു പോയവർ, ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവന്നാട്ടെ. പ്രാർത്ഥിക്കുക സഹോദരി, സഹോദര, പ്രാർത്ഥിക്കുക. മാതാവേ, പിതാവേ, ആ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകുക. യെസ്, സൗഖ്യം വ്യാപരിക്കുക. പ്രാർത്ഥിച്ചോട്ടെ. ആ രോഗത്തിൻ്റെ ബന്ധനം അഴിയുക, ആ കെട്ടുപൊട്ടുക. യെസ്, ആമേൻ, ആമേൻ. സൗഖ്യം വ്യാപരിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വേഗത്തിലോടുന്ന വചനം വഹിച്ച് അങ്ങനെ സൗഖ്യമാക്കിയ കൃപയ്ക്കായി. ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. നിന്നയ്ക്ക് നിരാശയ്ക്കും കാരണമായ ചില ഇല്ലായ്മകൾ മാറുക. താങ്ക് ഗോഡ്. അനുകൂലമായ ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകുക. ജോലി സ്ഥലം നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കുക. നീണ്ട നാളുകളായുള്ള കാത്തിരിപ്പിന് അറുതിയാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരിക, ബന്ധനങ്ങളെ അഴിച്ച് ആ കെട്ടുകളെ പൊട്ടിച്ച് ചിലരെ പുറത്തു കൊണ്ടുവരിക. അതിന് തക്കവണ്ണം ശക്തി പകരപ്പെടുക. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ആ കെട്ട് പൊട്ടി മാറട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക. മക്കളെ പ്രാർത്ഥിക്കുക. റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. അതെ, ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടുവാൻ പോകുക. തളർന്നു പോകാത്ത, ക്ഷീണിച്ചു പോകാത്ത ശക്തി വ്യാപരിക്കുക. റിസൾട്ട് ഉണ്ടാകുക. ആമേൻ, ആമേൻ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങുക. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെടുക. സ്തോത്രം, സ്തോത്രം. അഡ്മിഷനുകൾ ലഭിക്കുക. വഴികൾ തുറക്കപ്പെടുക. പഠിച്ചു മുന്നേറുവാൻ തക്കവണ്ണം വഴികൾ, അടഞ്ഞുപോയ ചില വഴികൾ തുറന്നു വരിക. താങ്ക് ഗോഡ്. പഠന വൈകല്യങ്ങൾ മാറി, ഓട്ടിസങ്ങൾ മാറി. യേശുവിൻ നാമത്തിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹൈപ്പർ ആക്ടിവിറ്റീസ് മാറി. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. മാതാവേ, മക്കളെ ചൊല്ലിയുള്ള കണ്ണുനീരിന് അറുതിയാകുവാൻ പോകുക. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ വിട്ടുപോകുക. സഹോദരി പ്രാർത്ഥിക്കുക. നിന്റെ ഭർത്താവ് പുറത്തു വരിക. ആ മദ്യത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരിക. കുടുംബജീവിതം പണിയപ്പെടുക. സഹോദര പ്രാർത്ഥിക്കുക. ആ ഡിവോഴ്സ് മാറിപ്പോവുക. കോടതിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ അവകാശ തർക്കങ്ങളെ ചൊല്ലി കോടതി കയറി ഇറങ്ങുന്ന അവസ്ഥ പുറത്ത് തീർപ്പുണ്ടാകുക. യേശുവിൻ നാമത്തിൽ അതിനുള്ള ശക്തി, ചില സ്ഥാനത്തുനിന്ന് പറയുവാനുള്ള ശക്തി, പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി, പ്രാപിച്ചെടുക്കുവാനുള്ള ശക്തി ഇപ്പോൾ പകരപ്പെടുക. ആമേൻ, ആമേൻ. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം അത് പ്രാപിക്കുവാനുള്ള ശക്തി, പണിതെടുക്കുവാനുള്ള ശക്തി പകരപ്പെടുക. ആ ഭവനം പണിയപ്പെടുക. സ്തോത്രം. നീ ആ ഭവനത്തിൽ പാർക്കുവാൻ പോകുക. ആ വസ്തു വാങ്ങുവാൻ പോകുക. വാഹനം വാങ്ങുവാൻ പോകുക. അമ്മേൻ. ആ കടത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. പ്രാർത്ഥിക്കുക. ആ ബാധ്യത മാറുക. തകർത്ത് കളയുന്ന ബാധ്യത, നിരാശപ്പെടുത്തുന്ന ബാധ്യത വഴി തുറക്കപ്പെടുക. ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം കർത്താവ് വഴി തുറക്കുക. അമേൻ. ശുശ്രൂഷക പ്രാർത്ഥിക്കുക. ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. അമേൻ. കർത്താവിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടുവാൻ ആമേൻ. ആ ശക്തി പകരപ്പെടുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ആഗ്രഹിച്ചതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. പിശാച് പറയുക, അങ്ങനെ നിന്നെ പ്രയോജനപ്പെടുത്തത്തില്ല എന്ന്. അങ്ങനെ നീ പ്രയോജനപ്പെടുവാൻ പോകുക. സഹോദരി, സഹോദരൻ, നിന്റെ ബിസിനസ്, ആ കച്ചവടം, ആ കട, ആ സ്ഥാപനം, അത് അങ്ങനെ പ്രയോജനപ്പെടുവാൻ പോകുക. ആ രാജ്യത്ത് തന്നെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ. സ്തോത്രം. കെട്ടിടം മാറിയിട്ടല്ല, അവിടെ തന്നെ. യേശുവിൻ നാമത്തിൽ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായവർക്കും അങ്ങ് ശക്തി പകർന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ പറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.